തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തെ ചൊല്ലി മലപ്പുറം പെരിന്തൽമണ്ണയിലുണ്ടായ സംഘർഷത്തിൽ പരസ്പരം ആരോപണമുന്നയിച്ച് യുഡിഎഫും എൽഡിഎഫും. പോലീസ് സാന്നിധ്യത്തിലാണ് മുസ്ലിം ലീഗ് ഓഫീസിന് നേരെയുണ്ടായ ആക്രമണമെന്ന് യുഡിഎഫ് നേതാക്കൾ ആരോപിച്ചു. എന്നാൽ ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെയാണ് ആദ്യം ആക്രമണം നടത്തുന്നത് സിപിഐഎം നേതാക്കൾ പറഞ്ഞു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ യുഡിഎഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പിൻവലിച്ചു. ഇന്നലെ രാത്രി 9:30 പെരിന്തൽമണ്ണയിലെ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ഓഫീസ് ആക്രമിക്കപ്പെട്ടത്. സിപിഎം പ്രവർത്തകരാണ് ഓഫീസ് ആക്രമണത്തിന് പിന്നിലെന്നായിരുന്നു യുഡിഎഫ് നേതാക്കളുടെ ആരോപണം. പെരിന്തൽമണ്ണ നഗരസഭ യുഡിഎഫ് പിടിച്ചതിന്റെ അസ്വസ്ഥതയാണ് സിപിഎമ്മിനെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. 25 കൊല്ലം ആയിട്ട് അവരുടെ കുത്തകയായിരുന്ന മുനിസിപ്പാലിറ്റി യുഡിഎഫ് ജയിച്ചു. അതാണിപ്പോൾ പ്രശ്നം. യുഡിഎഫിന് ജനാധിപത്യപരമായ ഒരു വിധി കിട്ടിയാൽ പിന്നെ അടിച്ചു തകർക്കലാണ്. നജീബ് കാന്തപുരം എംഎൽഎയുടെ നേതൃത്വത്തിൽ യുഡിഎഫ് പ്രവർത്തകർ ഇന്നലെ ദേശീയപാത ഉപരോധിച്ചിരുന്നു. സിപിഎം തോറ്റാൽ ആദ്യമായിട്ട് അവർ നടത്തുന്ന ആക്രമണം മുസ്ലിം ലീഗിന്റെ ഓഫീസിന് നേരെ, ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ, അങ്ങനെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഏർപ്പാടാണ്. എന്നാൽ ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെയാണ് ആദ്യം അക്രമം ഉണ്ടായതെന്നാണ് സിപിഐഎം ആരോപണം. യുഡിഎഫ് ആഹ്ലാദ പ്രകടനത്തിനു ശേഷം മടങ്ങിയവരാണ് അക്രമം നടത്തിയതെന്നും നേതാക്കൾ. മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികൾക്ക് സ്വീകരണം കഴിഞ്ഞ ആ യോഗം പിരിഞ്ഞ ആളുകളാണ് ഈ പട്ടാമ്പി റോഡിലൂടെ വന്നിരുന്നത്. അതിൽപ്പെട്ട 2 ബൈക്കുകളാണ്, അതിൽ വന്ന ചെറുപ്പക്കാരാണ് ഈ ഓഫീസിന് നേരെ കല്ലെറിഞ്ഞത്. ഇന്ന് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ യുഡിഎഫ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നെങ്കിലും ലീഗ് ഓഫീസ് ആക്രമിച്ചവരെ കസ്റ്റഡിയിലെടുത്തതോടെ പിൻവലിച്ചു. നഗരത്തിൽ പോലീസ് സുരക്ഷ തുടരുകയാണ്. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.